ഗുഡ് ഈവനിങ്. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രോഡ് ബേസ്ഡ് സെൽ ഓഫ് ആയിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയത്. സെൻസെക്സ് 964 പോയിന്റ് ഇടിഞ്ഞു, നിഫ്റ്റി 247 പോയിന്റ് ഇടിഞ്ഞു. നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50, നിഫ്റ്റി 200, നിഫ്റ്റി 500 മുഴുവനും റെഡിലായിരുന്നു ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്ടോറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയർ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറും റെഡിലായിരുന്നു ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വിശദമായി ചാർട്ട് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇന്ന് ആദ്യം പരിശോധിക്കുന്നത് US മാർക്കറ്റിന്റെ ഇന്നലത്തെ ക്ലോസിംഗ് ആണ്. ഡൗ ജോൺസ് ഇന്നലെ 2.58% ഇടിഞ്ഞു. ഒപ്പം അവിടുത്തെ നാസ്ഡാക്ക് IT ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 3.6% ഇടിഞ്ഞു. US S&P 500 2.95 3% അടുത്ത് ഇന്നലെ ഇടിഞ്ഞു. ഇതിന്റെ തുടർച്ചയായി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് നന്നായി ഇടിഞ്ഞു. അപ്പോൾ ഇതെന്താണ് കാരണമെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇന്നലെ ഫെഡ് റിസർവ് മീറ്റിംഗിന്റെ, അതായത് US-ലെയാണ് കാര്യം പറയുന്നത്, അവിടുത്തെ ഫെഡ് റിസർവ് മീറ്റിംഗിൽ നമ്മുടെ ഇവിടെ RBI മീറ്റിംഗ് ഒക്കെ പറയുന്ന പോലെ റിപ്പോ റേറ്റ് മീറ്റിംഗ് ഒക്കെ ഇല്ല, അതേപോലെ US-ന്റെ ഫെഡ് റിസർവ് മീറ്റിംഗിൽ അതിന്റെ ഔട്ട്കം നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രതീക്ഷിച്ച പോലെ 0.25, അതായത് 25 BPS ഇന്നലെ കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് മാർക്കറ്റ് എപ്പോഴും ഫ്യൂച്ചറിനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പം നാളത്തെ കാര്യങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അത് സംഭവിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ചലനം ഉണ്ടാവില്ല. അതിന് അഗെയിൻസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളറ്റലായിട്ട് മാർക്കറ്റ് പ്രതികരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നലെ അവിടെ വന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അവിടെ നടന്നു. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്ത 25 BPS റേറ്റ് കട്ട് നടന്നു. പക്ഷെ അവിടെ അടുത്ത വർഷം FY25 4 പ്രാവശ്യം റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ ഇന്നലെ ഫെഡിന്റെ ചെയർമാന്റെ പ്രസ്താവന വന്നു, അടുത്ത വർഷം 2 പ്രാവശ്യം മാത്രമേ റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അപ്പം മാർക്കറ്റ് ഇത് നെഗറ്റീവായി എടുത്തു. കാരണം എന്തുകൊണ്ടാണ് ഇത് റേറ്റ് കട്ട്, എന്താണ് ഈ റേറ്റ് കട്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ പറയുന്ന. ഇപ്പം എന്താണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശ നിരക്കാണ്. ഈ ബാങ്ക്, അതായത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ RBI സാധാരണ ബാങ്കുകൾക്ക് HDFCയോ അല്ലെങ്കിൽ ICICIയോ നമ്മുടെ മറ്റുള്ള ബാങ്കുകൾക്ക് വായ്പ നൽകും. ആ വായ്പ നൽകുന്ന ഒരു റേറ്റ് ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകൾ ഇപ്പം അതിന്റെ കസ്റ്റമേഴ്സിന്, ബിസിനസ്സിനും അതായത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനൊക്കെ വായ്പ കൊടുക്കും, അതിൽ കുറവ് വരുത്തും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന വായ്പയിലും ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ ഇത് എങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇത് അല്പം നീണ്ടേക്കാം വീഡിയോ, പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ ഓരോ ഇൻവെസ്റ്ററും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ആദ്യം മനസ്സിലാക്കേണ്ട ഇൻഫ്ലേഷൻ എല്ലാവർക്കും അറിയാലോ, പണപ്പെരുപ്പം. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ആ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ, ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള RBIയോ അല്ലെങ്കിൽ ഫെഡോ ഇൻട്രസ്റ്റ് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു രാജ്യത്തിന്റെ എക്കണോമിയുടെ വളർച്ചയ്ക്ക് വലിയൊരു ഘടകമാണ് ഈ ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അത് എക്കണോമിയെ താറുമാറാക്കും. അതേപോലെ ഇൻഫ്ലേഷൻ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലേഷനിലൊക്കെ വരികയാണെങ്കിൽ അതും പ്രശ്നമാണ്. ഇൻഫ്ലേഷൻ നന്നായി കുറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും. എന്തിനാണ്? കൂടുതൽ പണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താവും? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് മണി സപ്ലൈ കുറയും. അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഇവിടെ റിപ്പോ റേറ്റ് എന്ന് പറയും. റിപ്പോ റേറ്റ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അതായത് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണിന് കൂടുതൽ എക്സ്പെൻസ്, നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടും. സ്വാഭാവികമായിട്ടും നമ്മളിൽ എക്സ്പെൻസ് കൂടുന്ന സമയത്ത് നമുക്ക് ബാങ്കിന് ഇപ്പം എന്തായാലും ഇപ്പം നമ്മൾ ബാങ്ക് ലോൺ ഉണ്ടാവും, വീടിന്റെ ലോൺ ഉണ്ടാവും, അത് കാർ ലോൺ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സ്പെൻഡിങ് ആണല്ലോ, മാർക്കറ്റിൽ സ്പെൻഡിങ് ആണ്. അപ്പം ബാങ്കിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ഇൻകത്തിൽ നിന്നാണ് അത് പോകുന്നത്. നമുക്ക് എക്സ്പെൻസ് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ എക്സ്പെൻസ് കട്ടിലേക്ക് പോയിട്ട് ഈ എക്സ്പെൻസ് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മറ്റുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോയി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കും. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പിന്നെ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് ആവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വാഹനങ്ങൾ വാങ്ങാതിരിക്കും, വാഹനങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്പെൻഡിങ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ സ്പെൻഡിങ് കുറയും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ ലോൺ, ഈസി ആയിട്ട് നമുക്ക് ലോൺ കിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ സ്പെൻഡിങ് കൂടും. നമ്മുടെ സ്പെൻഡിങ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഇൻഫ്ലേഷൻ കൂടും, മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് ഇരിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഇൻഫ്ലേഷൻ കൂടുന്നതായിട്ട് കാണുന്നത് ആ സമയത്ത് ഇവർ ഇൻട്രസ്റ്റ് റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ബിസിനസ്സുകൾക്ക് അത് പ്രശ്നമാണ് അല്ലേ. അതായത് ബിസിനസ്സിന് കൂടുതൽ എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ട് ലോൺ വേണ്ടി വരും. അപ്പോൾ ലോണിന് എക്സ്പെൻസ് കൂടും. എക്സ്പെൻസ് കൂടുന്ന സമയത്ത് ബിസിനസ്സുകൾ എന്ത് ചെയ്യും? ഇപ്പം തൽക്കാലം എക്സ്പാൻഷൻ ഒന്നും നടത്തണ്ടെന്ന് കരുതിയിട്ട് മാറി നിൽക്കും. അപ്പം അത് ഏതിനെ ബാധിക്കും?
അതായത് ഈ കമ്പനിയുടെ ഇൻകത്തെ ബാധിക്കും അല്ലെ. കൂടുതൽ എക്സ്പാൻഷൻ നടത്തുമ്പോഴാണ് കൂടുതൽ ഇൻകം ഉണ്ടാവുക. നമ്മൾ കാണാം ഏതൊരു കമ്പനി ആണെങ്കിലും എന്നും ഗ്രോത്ത് ഉണ്ടാവണമെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഗ്രോത്തുള്ള കമ്പനിയുടെ പ്രൈസ് മാത്രമേ വളരൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇന്നത്തെ സെയിൽ നാളെ അടുത്ത വർഷം സെയിൽ വർദ്ധിക്കണം. വർദ്ധിച്ചാൽ മാത്രമേ ഈ ചാർട്ടിലുള്ള പ്രൈസ് വർദ്ധിക്കുകയുള്ളൂ. അപ്പം ഈ കമ്പനികൾ ഈ വർദ്ധിക്കണമെങ്കിൽ, അതായത് കമ്പനിയുടെ ഇൻകം വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? കമ്പനി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, എക്സ്പാൻഷൻ നടത്തണം കമ്പനികൾ. അതേപോലെ എക്സ്പാൻഷൻ നടന്നാൽ മാത്രമേ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ സെയിൽസ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ഇൻകം ഉണ്ടാവും. ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രൈസ് മൂവ്മെന്റ് നടക്കും. അപ്പം ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫെഡിന്റെ ഇപ്പം അടുത്ത വർഷത്തിൽ 3-4 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനികൾക്ക് കൂടുതൽ ലോണും എക്സ്പെൻസ് കുറച്ചിട്ട് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും അല്ല. ഏണിംഗ് പെർ ഷെയർ ഒക്കെ നന്നായി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ലെങ്കിൽ എന്താവും? ഏണിംഗ് പെർ ഷെയർ കുറയും. ഏണിംഗ് പെർ ഷെയർ കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? നമ്മുടെ പ്രൈസിനെ അഫക്ട് ചെയ്യും, പ്രൈസ് മൂവ്മെന്റിനെ അഫക്ട് ചെയ്യും. അപ്പോൾ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൽ കുറവുണ്ടാവുന്ന ഇപ്പം ഫെഡ് പറയുമ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റ് ഇതിനെ എന്താ പറയുക, ശരിക്കും അഫക്ട് ചെയ്തു മാർക്കറ്റിൽ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എപ്പോഴും മാർക്കറ്റ് നോക്കുന്നത് ഫ്യൂച്ചറാണ്. അപ്പൊ ഈ പ്രൈസ് മൂവ്മെന്റ് മുഴുവനും ഫ്യൂച്ചറിനെ കണ്ടിട്ടാണ്. ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരുമെന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മാർക്കറ്റ് അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഇനി നിഫ്റ്റി 50യുടെ ചാർട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇന്നൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു, നന്നായി താഴെ വന്നിരുന്നു. 5 മിനിറ്റ് ക്യാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇന്നത്തെ ലോ എന്ന് പറയുന്നത് ഗ്യാപ് ഡൗണിൽ വന്നിട്ടുള്ള ഈ ഏരിയ തന്നെയാണ്. അതിനുശേഷം ചെറിയൊരു റിക്കവറി, പക്ഷേ മാർക്കറ്റിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഏരിയയിൽ ഈ ദിവസം മുഴുവനും കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ മാർക്കറ്റിൽ എന്തെങ്കിലും ആയിട്ട് ഒരു സെൽ ഓഫ് നടക്കണം. ഇവിടെ നമുക്ക് ഇന്നത്തെ കാൻഡിൽ തന്നെ കാണാൻ പറ്റുന്നത് യുഎസിന്റെ പിന്തുടർച്ചയായിട്ട് നമ്മൾ ഗ്യാപ് ഡൗണിൽ വന്നു. പക്ഷേ മാർക്കറ്റിന് ഇനി മുകളിലോട്ട് കയറണോ അല്ലെങ്കിൽ താഴോട്ട് വരണോ ഒരു ട്രിഗർ കിട്ടാത്തൊരു അവസ്ഥയാണ്. യുഎസിന്റെ ഇന്നലത്തെ ഒരു മാർക്കറ്റിലുള്ള സെന്റിമെന്റ്സ് നമ്മുടെ മാർക്കറ്റിനെ താഴെ കൊണ്ടുവരാനുള്ള ഒരു ചെറിയൊരു ട്രിഗർ ആയിരുന്നു. ഇനി അവിടുന്ന് എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാത്ത ഒരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഈ ചാർട്ട് നോക്കി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് റിക്കവറി ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ താഴോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല, അല്ലെ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ച് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് നമ്മുടെ മാർക്കറ്റ് പോകുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 1.02% മൈനസ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിലും താഴെന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരുന്നു. നമുക്ക് കാണാം, ഇത് ഇവിടെ നിന്നാണ് ഓപ്പൺ, ഇവിടെ ക്ലോസിങ്. കാര്യമായിട്ട് നമുക്ക് നോക്കാം, 5 മിനിറ്റിലേക്ക് നോക്കാം എങ്ങനെയായിരുന്നു ദിവസത്തെ ക്യാൻഡിൽ പോയിട്ടുള്ളത്. അവിടുന്ന് ഗ്യാപ് ഡൗണിൽ നിന്ന് നല്ലൊരു റിക്കവറി വന്നിട്ടുണ്ട്. അപ്പം മിഡ് ക്യാപ്പിൽ നല്ല റിക്കവറി നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും ലാർജ് ക്യാപ്പിൽ നിഫ്റ്റി 50യിൽ കാര്യമായിട്ടുള്ള റിക്കവറി നടന്നിട്ടില്ല. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഏകദേശം ഒരുപോലെയാണ് മൂവ്മെന്റ് നടത്തുന്നത്. നമുക്കിവിടെ കാണാം, സ്മോൾ ക്യാപ്പിലും നന്നായിട്ട് റിക്കവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഹൈ കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് അതായത് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എന്നത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്മോൾ ക്യാപ്പ് ഇന്ന് 0.24% ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിഡ് ക്യാപ്പ്. അതേപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ 0.34% ലോസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ആദ്യം ഘട്ടത്തിൽ നന്നായി സ്പൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം നമുക്ക് ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1% ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഭീകരമായി പേടിക്കാനുള്ള ഒന്നുമില്ല. ഒരു സൈഡ് വേ മാർക്കറ്റിന്റെ ലക്ഷണമാണ് ഈ ഒരു ലക്ഷണം കാണിക്കുന്നത്. മാർക്കറ്റിന് മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്ന് അറിയാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നുള്ളത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊക്കെ അത്യാവശ്യം ബൈങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 1% 1.08 അല്ല 1.08% ലോസ് ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. IT ഇൻഡെക്സിൽ ഇന്ന് നാസ്ഡാക്ക് ഒക്കെ ഇന്ന് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ US മാർക്കറ്റിൽ. അതിന്റെ പിന്തുടർച്ചയായിട്ട് നമുക്ക് നിഫ്റ്റി ITയിലും നല്ലൊരു ഡ്രോപ്പ് കണ്ടിട്ടുണ്ട്. ഗ്യാപ് ഡൗൺ ആയിരുന്നു, അതിനുശേഷം റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിലും 1.26% ലോസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് നിഫ്റ്റി ഫാർമച്ചൊക്കെ ആണെങ്കിൽ നിഫ്റ്റി ഫാർമ ഇന്ന് നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് 1.72% 2% അടുത്തുള്ള ഒരു റാലി നമുക്ക് കാണാൻ പറ്റി. നിഫ്റ്റി FMCG ആണെങ്കിൽ അതിൻ്റെ ഒരു വീക്ക്നെസ് തുടരുകയാണ്. ഇന്ന് 0.55% ലോസ് ആണ് നമുക്ക് നിഫ്റ്റി FMCGയിൽ കാണാൻ പറ്റുന്നത്. നിഫ്റ്റി ഓട്ടോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ എല്ലാ വീക്കിലും കാണുന്നവർക്കറിയാം, നിഫ്റ്റി ഓട്ടോ ഒക്കെ നമ്മൾ നല്ലൊരു വീക്ക്നെസ് നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴും അത് 0.73% ലോസ് ആണ് ഇന്ന് നിഫ്റ്റി ഓട്ടോയിൽ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് ഗ്യാപ് ഡൗൺ വന്നു, പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് റിക്കവർ ചെയ്തു. എങ്കിലും 0.82% ലോസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ നോക്കുകയാണെങ്കിൽ മെറ്റലും നല്ലൊരു വീഴ്ചയായിരുന്നു. 1.02% ഒരു ലോസ് ആണ് മെറ്റലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോൾഡ് ഇന്നൊരു നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ 0.7% ഒരു നേട്ടമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, നേട്ടത്തോടു കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസും ഓൾറെഡി ചെക്ക് ചെയ്തു,
സെൻസെക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 900 പോയിന്റോളം ഇന്ന് 964 പോയിന്റ് ഇടിഞ്ഞു. 1.2% ഇടിവാണ് ഇന്ന് നമുക്ക് സെൻസെക്സിൽ കാണാൻ പറ്റുന്നത്. 1.02% ഇടിവ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റി. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് നോക്കുകയാണെങ്കിൽ 1.21% ലോസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PSU ബാങ്ക് 0.59% ലോസ് ആണ്. മീഡിയ നോക്കുകയാണെങ്കിൽ ഇന്ന് 0.89% ലോസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയറും കൂടി ഇന്ന് നന്നായി സ്പൈക്ക് ചെയ്തിരുന്നു. 1.26% വർധനയോട് കൂടിയാണ് നിഫ്റ്റി ഹെൽത്ത് കെയർ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയറിൽ നമുക്ക് 20 കമ്പനിയാണ് ഉള്ളത്. അതിനകത്ത് 15 കമ്പനികളിൽ നിന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. IPCA ലാബ്സ് 5.4%, ഡോക്ടർ റെഡ്ഡി 3.94%, അബൌട്ട് ഇന്ത്യ 3.36%, ലുപ്പിൻ 3%, ടോറന്റ് ഫാർമ 2.58%, സിപ്ല 2.32%. ഇതൊക്കെയാണ് ഇന്ന് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കമ്പനികൾ. FII-DI ഡാറ്റ അവൈലബിൾ ആണ്. FII ഇന്ന് 4224 കോടി 4225 കോടി സെല് ചെയ്തപ്പോൾ DII 3443 കോടി ബൈയിങ് ആയിരുന്നു. ഇന്ന് NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 908 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസ് ചെയ്തപ്പോൾ 1605 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നമ്മൾ ഈ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പറയുന്നത് ഏകദേശം മാർക്കറ്റിന്റെ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 908 കമ്പനികൾ പോസിറ്റീവും 1605 കമ്പനികൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 14 കമ്പനികൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. 36 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നിഫ്റ്റി 50ലുള്ള ടോപ്പ് ഗെയിനേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലാബ്സ്, സിപ്ല, BPCL ഇന്ന് 2.1% പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. സൺഫാമ, അപ്പോളോ ഹോസ്പിറ്റൽ, SBI ലൈഫ് ഇൻഷുറൻസ് ഇന്ന് 0.57%, ശ്രീറാം ഫൈനാൻസ് 0.48%, ഐഷർ മോട്ടോഴ്സ് 0.5% അടുത്ത് നിന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ബജാജ് ഫിൻസർവീസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ള നിഫ്റ്റി 50 കമ്പനി 2.53%. ഏഷ്യൻ പെയിന്റ് 52 വീക്ക് ലോയിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 2.29% ആണ് ഇന്ന് ലോസ് രേഖപ്പെടുത്തിയത്. കണ്ടിന്യൂസ് ഫോൾ ആണ് ഏഷ്യൻ പെയിന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. JSW സ്റ്റീൽ 2.21% ലോസ് ഉണ്ടാക്കി. ബജാജ് ഫൈനാൻസ് 2.2%, അതുപോലെ തന്നെ ഗ്രാസിം 2% മുകളിൽ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. റിലയൻസ് ഓൾമോസ്റ്റ് 2% അടുത്ത് ലോസ് ഉണ്ടാക്കി. ICICI ബാങ്ക് 2% മുകളിൽ ലോസ് ഉണ്ടാക്കി. നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ KFin Tech ഇന്ന് 7.55% ഗെയിൻ രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തയുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.